dears, welcome to ACS online class. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ടൈം ഗോസ് ഓൺ അല്ലേ? ചാപ്റ്റർ 7 നമ്മൾ പേജ് നമ്പർ 103 വരെ പഠിച്ചു. ഇനി പേജ് നമ്പർ 104. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. മിസ് വായിക്കാം. വിച്ച് ഫെസ്റ്റിവൽ കംസ് ഫസ്റ്റ്? ഏത് ഫെസ്റ്റിവലാണ് ആദ്യം വരുന്നത് കണ്ടുപിടിക്കാം. താഴെ കുറച്ച് ഫെസ്റ്റിവൽസിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ ഏതൊക്കെ ഫെസ്റ്റിവൽ ഫസ്റ്റ് വരും അല്ലെ? നമുക്ക് ആ ക്രമം അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. Given below are some festivals we celebrate during the year. നമ്മൾ ഒരു വർഷത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഫെസ്റ്റിവൽസിന്റെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. Look at the calendar 2018. Define the days on which these fall. നമ്മുടെ തൊട്ടിപ്പുറത്തെ പേജ് നമ്പർ 103, 102 കണ്ടില്ലേ? 2018 കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ നോക്കിയിട്ട് നമ്മൾ ഈ ദിവസമാണ് ഈ ഓരോ ഫെസ്റ്റിവലും വരുന്നതെന്ന് കണ്ടുപിടിക്കണം. കണ്ടില്ലേ? നെയിം ഓഫ് ദ ഫെസ്റ്റിവൽ, ഡേറ്റ് ഉണ്ട്. ഡേറ്റ് വെച്ചിട്ട് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാം. ദിവാലി November 7. ദിവാലി എന്ന് പറയുന്ന ആ ആഘോഷം നമ്മൾ കഴിഞ്ഞ വർഷമായ 2 വർഷം മുമ്പാണ് അല്ലെ? 2018 സെലിബ്രേറ്റ് ചെയ്തത് ഏത് ദിവസമാണ്? November 7 ഓക്കെ, അപ്പൊ ദിവാലി സെലിബ്രേറ്റ് ചെയ്തത് November 7 November 7 ഏത് ദിവസം വരും? November 7 പേജ് നമ്പർ 102 എടുത്തേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇതിൽ ഏത് ദിവസമാണ് November 7? വെനസ്ഡേ ആണ്. കണ്ടില്ലേ? തൊട്ടി പേജ് നമ്പർ 102 കലണ്ടർ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദിവാലി November 7 ആണ്. November 7 എന്ന് പറയുന്ന ദിവസം വെനസ്ഡേ ആണ്. അപ്പൊ ആ വെനസ്ഡേ എന്ന് അവിടെ എഴുതുക. ഇനി പൊങ്കൽ January 14 നമ്മൾ 2018 കഴിഞ്ഞ വർഷമല്ല 2018 പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്തത് January 14 January 14 ഏത് ഡേ ആണ്? സൺഡേ ആണ്. അപ്പൊ സൺഡേ എന്ന് അവിടെ എഴുതുക, നേരെ എഴുതുക. ഇനി രക്ഷാബന്ധൻ August 26 ഏത് ഡേറ്റ് ആണ്? സൺഡേ ആണ്. അതും സൺഡേ ആണ്. സൺഡേ എന്ന് എഴുതുക. ഇനി അടുത്തത് ഗാന്ധി ജയന്തി October 2. ഏത് ദിവസമാണ്? തൊട്ടിപ്പുറത്തെ പേജിലെ കലണ്ടർ നോക്കി കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതുക. മിലാദ് ഉൽ നബി, നബിദിനം. ഓക്കെ, November 21 November 21 ഏത് ദിവസമാണ് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതുക. ഓണം August 25. ഗുരു നാനക്സ് ബർത്ത്ഡേ November 23. ഗുരു രവിദാസ് ബർത്ത്ഡേ January 31. ക്രിസ്മസ് ഡേ December 25. ബിഹു April 15. അപ്പോൾ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് ഏതൊക്കെ ദിവസമാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ദിവസം ഏതൊക്കെയാണോ അത് കണ്ടുപിടിച്ചിട്ട് അവിടെ ആ തേർഡ് ബോക്സ് ബ്ലൂ കളറിലെ ആ തേർഡ് ബോക്സ് ഫിൽ ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുക. ഇനി അറേഞ്ച് ദ ഫെസ്റ്റിവൽസ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ കം ഇൻ ദ ഇയർ. ഇതിപ്പോ ഈ ഫെസ്റ്റിവൽസ് എല്ലാം എന്താണ് ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണ് അല്ലെ? നമുക്ക് ഈ ഫെസ്റ്റിവൽസ് ആദ്യം ഏത് ഫെസ്റ്റിവൽ ആണ് വരുന്നത്, പിന്നീട് ഏതാണ്, അങ്ങനെ ഓർഡർ അനുസരിച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഏത് ഫെസ്റ്റിവൽ വരും? നമുക്കറിയാം നമ്മുടെ വർഷത്തിലെ ഏറ്റവും ആദ്യത്തെ മാസം ഏതാണ്? ജനുവരി. അപ്പൊ ജനുവരിയിൽ ഏതൊക്കെ ഫെസ്റ്റിവൽ ഉണ്ട് ഇവിടെ? January 31 ഗുരു രവിദാസ് ബർത്ത്ഡേ ഉണ്ട്. പിന്നെ January 14 പൊങ്കലുണ്ട്. ഓക്കെ, അപ്പൊ January 14 ആയിരിക്കും അല്ലെ? കൂട്ടത്തില് January 14 ആണ് ഫസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സെലിബ്രേറ്റ് ചെയ്തത് ഏത് ഫെസ്റ്റിവൽ ആണ്? പൊങ്കൽ. അവിടെ എഴുതിക്കുക എല്ലാവരും പൊങ്കൽ. അത് കഴിഞ്ഞിട്ട് January 31 ഗുരു രവിദാസ് ബർത്ത്ഡേ. അവിടെ ഗുരു രവിദാസ് ബർത്ത്ഡേ എന്ന് മാത്രം എഴുതുക. ഇനി നമ്പർ 3 ഏത് വരും? ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ വല്ല സെലിബ്രേഷൻസ് ഈ ലിസ്റ്റിലുണ്ടോ? ഇല്ല. പിന്നെ മാർച്ച് ഒന്നുമില്ല. പിന്നെയോ ഏപ്രിൽ ഉണ്ട്. April 15 ബിഹു PIHU അതവിടെ എഴുതുക. അപ്പൊ മൂന്നാമതായിട്ട് നമ്മൾ ഈ ലിസ്റ്റ് പ്രകാരം സെലിബ്രേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ ഏതായിരിക്കും? ബിഹു. ഇനി നാലാമതായിട്ടോ ഏപ്രിൽ കഴിഞ്ഞാല് മെയ്യിൽ വല്ലതും ഉണ്ടോ? ഇല്ല. ജൂൺ ഉണ്ടോ? ഇല്ല. ജൂലൈ ഇല്ല. പിന്നെന്ത് വരും? ഓഗസ്റ്റ്. ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തു. August 25 ഓണം സെലിബ്രേറ്റ് ചെയ്തു. August 26 രക്ഷാബന്ധൻ സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ August 25 ആയിരിക്കും അല്ലെ ആദ്യം വരുന്നത്. അപ്പൊ നാലാമതായിട്ട് നമ്മൾ അവിടെ നാലാമത്തെ ആ നമ്പറിന് നേരെ എന്ത് എഴുതും? ഓണം. പിന്നെയാണ് രക്ഷാബന്ധൻ. 5th രക്ഷാബന്ധൻ. ഇനി 6th ഏത് വരും? ഗാന്ധി ജയന്തി. അപ്പൊ 6 മിസ് പറഞ്ഞുള്ളൂ. ഇനി എന്തൊക്കെയുണ്ട്? 7, 8, 9, 14 ഫെസ്റ്റിവൽസും കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഡേറ്റുകൾ വെച്ചിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ബാക്കി ഫില്ലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ. ഇനി അടുത്തത്
വിച്ച് ഫെസ്റ്റിവൽ കംസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഇയർ? അങ്ങനെയെങ്കിൽ ഏറ്റവും ആദ്യം വരുന്ന ഫെസ്റ്റിവൽ ഏതാണ്? നമ്പർ 1 എഴുതിയിരിക്കുന്ന ഏത് ഫെസ്റ്റിവൽ ആണ്? പൊങ്കൽ. ഓക്കെ. വിച്ച് ഫെസ്റ്റിവൽ കംസ് ദ എൻഡ് ഓഫ് ദ ഇയർ? ഏറ്റവും അവസാനം വരുന്ന 10ാമത്തേത് അല്ലെ? ഏറ്റവും അവസാനം വരുന്ന ഫെസ്റ്റിവൽ ഏതായിരിക്കും? ഈ കൂട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും അവസാനം വരുന്ന മാസം ഡിസംബറിൽ. അപ്പൊ ഡിസംബറിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ ഉണ്ടോ നോക്കിക്കേ. ഉണ്ട്, ക്രിസ്മസ് ഡേ അല്ലെ? അപ്പൊ ക്രിസ്മസ് ആണ് ആ 10ാമത്തെ നമ്പറിൽ ക്രിസ്മസ് ആണ് വരുന്നത്. അപ്പൊ ഏറ്റവും അവസാനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്, ആ വർഷത്തിൽ ഏറ്റവും അവസാനം സെലിബ്രേറ്റ് ചെയ്തത് ഏത് ഫെസ്റ്റിവൽ ആണ്? ക്രിസ്മസ്. അവിടെ എഴുതിയ എല്ലാവരും ക്രിസ്മസ്. ഓക്കെ. ഇനി പേജ് നമ്പർ 105, calendar matching. Here is the calendar for the month of February 2019. കണ്ടില്ലേ? 2019 ഫെബ്രുവരി മാസത്തെ കലണ്ടർ ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? 2019 ഓർമ്മ വേണം കേട്ടോ, കഴിഞ്ഞ വർഷത്തെ. നമുക്ക് ലോക്ക്ഡൌൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ 2019. ഓക്കെ, ആ മാസം ഫെബ്രുവരിയിൽ. Let us mark a square on the calendar and see some magic. ആ കലണ്ടറിന്റെ നടുക്കായിട്ട് കണ്ട നമ്പേഴ്സ് നടുക്കായിട്ട് ഒരു സ്ക്വയർ മാർക്ക് ചെയ്തു. കണ്ടില്ലേ? ഒരു മഞ്ഞ കളർ 5, 6, 7, 12, 13, 14, 19, 20, 21. ആ നമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു 3 അല്ലെ? മുകളിലത്തെ ആ വീക്കില് 3 നമ്പേഴ്സ് ഉണ്ട്. താഴെ മിഡിൽ ആഴ്ചയില് 3 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ 19, 20, 21 അതും 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു എന്താണ്, എല്ലാ വർഷങ്ങളും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ മാർക്ക് ചെയ്തു. Let us mark a square on the calendar and see some magic. Okay, ഇനി കുറച്ച് മാജിക് കാണാം. Which is the number in the center of the square? Okay, അപ്പൊ ആ സ്ക്വയർ മാർക്ക് ചെയ്തതിൽ ഏറ്റവും നടുക്ക് വരുന്ന നമ്പർ ഏതാണ്? ആ സ്ക്വയറിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 5, 6, 7, 12, 13, 14, 19, 20, 21. അപ്പൊ ഏറ്റവും നടുക്ക് വരുന്ന നമ്പർ ഏതായിരിക്കും? 13 ആണ്. ആ സ്ക്വയറിന്റെ നടുക്ക് വരുന്ന നമ്പർ ഏതാണ്? 13. അവിടെ എഴുതിയ എല്ലാവരും 13. ഇനി join 3 numbers by drawing a line. Okay, the line must pass to the numbers at the center. കണ്ടില്ലേ? ആ നമ്പേഴ്സ് എങ്ങനെയൊക്കെ എഴുതാം? 5, 6, 7, 12, 13, 14, 19, 20, 21. അപ്പൊ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ ലൈൻ വരച്ചു കൊടുക്കുമ്പോഴൊക്കെ എന്താണ്, ആ നടുക്കത്തെ ആ നമ്പറിൽ കൂടെയാണ് ലൈൻസ് നമുക്ക് വരച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അല്ലെ? അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ 2 ലൈൻസ് വരച്ച് കാണിച്ചു. താഴത്തോട്ട് ഒരു ലൈനുണ്ട്, പിന്നെ നേരെ അല്ലെ കുറുകനെ ഒരു ലൈനും വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ ലൈൻസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും ഇതിനകത്ത് നോക്കിയേ? ചരിഞ്ഞൊരു സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കാൻ പറ്റത്തില്ലേ? ഇങ്ങോട്ടും ചരിഞ്ഞൊരു സ്ലാന്റിംഗ് ലൈൻ അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര ലൈൻസ് ഈ ഒരു സ്ക്വയറിനകത്ത് വരയ്ക്കാൻ സാധിക്കും? 1, 2, 3, 4 അല്ലെ? 4 ലൈൻസ് ഈ ഒരു സ്ക്വയറിനകത്ത് നമുക്ക് ഈ നടുക്കത്തെ നമ്പറായ 13 കണക്ട് ചെയ്ത് വരയ്ക്കാൻ സാധിക്കും അല്ലെ? കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരച്ചൊരു ക്രോസ് ലൈൻ വരച്ചേ. നമ്മൾ ക്രോസ് ഒന്നിങ്ങനെ ക്രോസ് ലൈൻ വരച്ചേ, പെൻസിൽ ഉപയോഗിച്ച് വരച്ചേ. Join 3 numbers by drawing a line. The line must pass through the number at the center. അല്ലെ? 3 നമ്പറുകൾ തമ്മിൽ നമുക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ ഈ വരകളെല്ലാം 13 നടുക്കത്തെ ആ 13 എന്ന നമ്പറിൽ കൂടെയാണ് കടന്നു പോയേക്കുന്നത്. How many such lines can you draw? അങ്ങനെയെങ്കിൽ ആ നടുക്കത്തെ 13 എന്ന നമ്പറിൽ കൂടെ കടന്നു പോകുന്ന എത്ര ലൈൻസ് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും? 4 അല്ലെ? മിസ് വരച്ച പോലെ 1, 2 പിന്നെ ചരിച്ച് 2 എണ്ണം. അപ്പോൾ ടോട്ടൽ 4. അവിടെ 4 എന്ന് എഴുതിക്കേ. Add the 3 numbers on each of these lines. What do you notice? നമുക്ക് ഓരോ സൈഡിലും ആ നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു സ്ലാൻഡിംഗ് ലൈൻ അല്ലെ? സ്ലാൻഡിംഗ് ഇങ്ങനെ വരച്ച ലൈനിൽ 5 + 13 + 21 എന്താ ആൻസർ വരും? ഒന്ന് ആഡ് ചെയ്ത് എല്ലാവരും ബുക്ക് എടുത്തൊന്ന് ആഡ് ചെയ്തേ. 5 കണ്ടോ? ഈ ഒരു സ്ലാൻഡിംഗ് ലൈൻ 5, 13, 21 ആഡ് ചെയ്തേ. 5 + 13 + 21 എന്താണ്? 5 + 13 എന്ത് കിട്ടും? 18 കിട്ടും. 18 + 21 എന്ത് കിട്ടും? 18 + 21 39 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 6, 13, 20. 6, 13, 20 നമ്മൾ മോളിൽ താഴത്തോട്ട് അല്ലെ? 6, 13, 20 ആ 3 നമ്പേഴ്സ് ആഡ് ചെയ്തേ. അപ്പോഴും ഉത്തരം 39 തന്നെ കിട്ടും. ഇനി 19, 13, 7 ഈ ഒരു ലൈൻ, ഈ ചരിച്ച് വരച്ച ലൈൻ
7 plus 13 plus 9 എന്ത് കിട്ടും? 7 plus 13 എന്താണ്? 20. 20 plus 19 എന്താണ്? 39. ഓക്കെ, അപ്പോഴും 39 തന്നെ കിട്ടും. 12 plus 13 plus 14. ഇനി നേരെയുള്ള അല്ലെ, നേരെയുള്ള 12 plus 13 plus 14. അപ്പൊ എന്ത് കിട്ടി? അപ്പോഴും ആഡ് ചെയ്തപ്പോൾ 39 തന്നെ കിട്ടി. അപ്പൊ നമ്മൾ താഴത്തോട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 39 കിട്ടി, നേരെയുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 39 കിട്ടി, ചരിഞ്ഞുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോഴും 39 തന്നെ കിട്ടി, ഇങ്ങനെ ചരിഞ്ഞ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോഴും എല്ലാത്തിന്റെ ഉത്തരം എന്ത് കിട്ടി? 39 എന്ന് കിട്ടി അല്ലേ? Now look at the calendar of 2018. Also look for the present month and draw any similar square in your notebook. Does the magic work for this? ഇനി എന്താണ്? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കലണ്ടർ 2018 കലണ്ടർ എടുക്കുക. ഓക്കെ, 2018 കലണ്ടർ എടുത്തിട്ട് പേജ് നമ്പർ 102 അവിടെയും ഒരു മാസം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലുള്ള പാറ്റേൺ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു എന്ന് നോക്കുക. ഓക്കെ, എല്ലാവരും ചെയ്യുമോ? മിസ് കാണിച്ചു തരാം. എല്ലാവരും എന്താണ് പേജ് നമ്പർ 102 നവംബർ മാസത്തെ കലണ്ടർ ഒന്ന് എടുത്തേ. നവംബർ മാസത്തെ കലണ്ടറിൽ മിസ് ഇതുപോലെ ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താണ്? 6, 7, 8, 13, 14, 15, 20, 21, 22. കണ്ടോ? ആ നവംബർ മാസത്തിൽ എല്ലാവരും പേജ് നമ്പർ 102 നവംബർ മാസത്തിൽ മിസ് ഒരു സ്ക്വയർ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. നടുക്കത്തെ നമ്പർ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 6, 7, 8, 13, 14, 15, 20, 21, 22. ഓക്കെ, ഇത്ര നമ്പേഴ്സ് വെച്ച് മൂന്ന് നമ്പേഴ്സ് അല്ലേ വെച്ച് സ്ക്വയർ ക്രിയേറ്റ് ചെയ്തു. നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ടോ ക്രോസ് ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുകയാണ്. നടുക്കുന്ന നമ്പർ കണക്ട് ചെയ്ത് എത്ര ലൈൻസ് വരയ്ക്കാൻ സാധിക്കും? പഴയ പോലെ തന്നെ 4 ലൈൻസ് വരയ്ക്കാൻ സാധിക്കും അല്ലേ? നമുക്ക് നമ്പേഴ്സ് തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് 6 plus 14 plus 22 എന്ത് കിട്ടും? 6 plus 14 plus 22 എന്ത് കിട്ടും? 42 എന്ന ആൻസർ കിട്ടും. അതുപോലെ തന്നെ 8 plus 14 plus 20 ആ സ്ലാൻഡിങ് ലൈൻസ് ആദ്യം ഈ സ്ലാൻഡിങ് ലൈൻ ആഡ് ചെയ്തപ്പോൾ 42 കിട്ടി. പിന്നീട് ഇങ്ങോട്ട് ചരിഞ്ഞുള്ള സ്ലാൻഡിങ് ലൈൻസ് തമ്മിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 42 കിട്ടി. ഇനി താഴത്തോട്ടുള്ള 7 plus 14 plus 21 അത് ആഡ് ചെയ്തപ്പോഴും 42 കിട്ടി. ഇനി എന്താണ് നേരെയുള്ളത്? 13 plus 14 plus 15 അത് ചെയ്തപ്പോഴും എനിക്ക് എന്ത് കിട്ടി? 42 കിട്ടി. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. പേജ് നമ്പർ 105 എന്ന ഹെഡിങ് കൊടുത്തിട്ട് എന്താണ് കലണ്ടർ മാജിക് എന്നും ഹെഡിങ് കൊടുത്തിട്ട് now look at the calendar of 2018. Also look for the present month and draw any similar square in your notebook. Does the magic work for this? എന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ട് എന്ത് ചെയ്യണം? 2018 നവംബർ കലണ്ടർ അല്ലെ, നവംബർ കലണ്ടർ ഇതുപോലെ കണ്ടില്ലേ? ഇതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന പോലെ കലണ്ടർ കംപ്ലീറ്റ് ആയിട്ടും 2018 നവംബർ മാസത്തെ കലണ്ടർ കംപ്ലീറ്റ് ആയിട്ടും എഴുതുക. എന്നിട്ടോ എന്നിട്ട് ഈ സ്ക്വയർ ഇതുപോലെ തന്നെ നടക്കണ്ടോ സെലക്ട് ചെയ്യുക. അതായത് പെൻസിൽ ഉപയോഗിച്ച് അവിടെ തന്നെ കണക്ട് ചെയ്ത് വരച്ചാലും മതി. ആ കലണ്ടറിന്റെ അകത്ത് തന്നെ ഇതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഈ നമ്പേഴ്സ് എല്ലാവരും സ്വന്തമായിട്ട് ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. മിസ് പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുക, ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുക, ഇങ്ങനെ ആഡ് ചെയ്യുക, ഇങ്ങനെ ആഡ് ചെയ്യുക, അങ്ങനെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ഇപ്പൊ കലണ്ടറിലുള്ള മാജിക് നമ്പേഴ്സുകളുടെ ഇടയിലുള്ള മാജിക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുമല്ലോ. സ്വന്തമായിട്ട് മനസ്സിലാക്കി തന്നെ എഴുതുക. ഇനി അടുത്തത്, is this magic possible on a 10x10 number chart? Go to the chapter Fun with Numbers and check. എന്താണ് ഈ 10x10 എന്ന ഇത് നമ്മളിപ്പോ 3x3 അല്ലേ? കാരണം എന്താണ് മുകളിലോട്ട് അല്ലെ എല്ലാ നമ്പേഴ്സും 3 നമ്പേഴ്സ് വീതമാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അല്ലെ? എന്നിട്ട് 3 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക ചെയ്തു. അങ്ങനെ 10 നമ്പേഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് എന്താണ് ഇതുപോലെ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരേ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അത് സാധ്യമാണോ? സാധ്യമാണോ? അത് നടക്കും. കാരണം എന്താണ്
ഇപ്പൊ എല്ലാവരും നോക്കിക്കേ, അതായത് ഈ 5 ഉം 12 ആ ഫെബ്രുവരി 2019 ആ കലണ്ടറിൽ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. 5 ഉം 12 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്ത് വരും? എന്താണ്? 12 - 5 എന്ത് കിട്ടും? 7 കിട്ടും. അതുപോലെ തന്നെ 12 - 19 എന്താണ്? 7 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് അവിടെ എന്താണ് വന്നത്? 7 അല്ലെ? ആ 7 നമ്പറുകൾ വ്യത്യാസത്തിലാണ് താഴത്തോട്ടുള്ള സീരീസ്. ഇനിയോ നേരെയുള്ള സീരീസ് എന്ന് പറഞ്ഞാൽ ഓരോ നമ്പറുകളുടെ വ്യത്യാസം 5, 6, 7 എല്ലാം ഒരു നമ്പറിന്റെ വ്യത്യാസം. താഴത്തോട്ടുള്ള 6, 13 7 നമ്പേഴ്സിന് വ്യത്യാസമുണ്ട്. 13 20 7 നമ്പേഴ്സിന് വ്യത്യാസമുണ്ട്. കണ്ടോ? അപ്പൊ ഓരോ നമ്പേഴ്സിന് വ്യത്യാസം ആവർത്തിച്ച് വരുന്ന ഒരു സീരീസ് ആണ് നമുക്ക് കലണ്ടറിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3/3 പകരം 5/5 എടുത്താലും 10/10 സ്ക്വയർ സെലക്ട് ചെയ്ത് എഴുതിയാലും എല്ലാ നമ്പേഴ്സും നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ആഡ് ചെയ്താലും താഴത്തോട്ട് ആഡ് ചെയ്താലും കുറുകനെ അല്ലെ നടുക്ക് നമ്മൾ നീളത്തിൽ ആഡ് ചെയ്താലും എല്ലാം ആഡ് ചെയ്യുമ്പോൾ ഉത്തരം എന്തായിരിക്കും? എല്ലാത്തിന്റെയും ഉത്തരം ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോ ഈ നമ്പേഴ്സുകളുടെ ഇടയ്ക്ക് കോമൺ ഡിഫറൻസ് അല്ലെ വ്യത്യാസം എല്ലാം ഒരേപോലെയാണ് റിപ്പീറ്റ് ചെയ്ത് താഴത്തോട്ടുള്ള നമ്പേഴ്സിന്റെ എല്ലാം കോമൺ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് അല്ലെ അതെല്ലാം ഒരേപോലെയാണ് റിപ്പീറ്റ് ചെയ്ത് ഓരോ നമ്പറുകളുടെ ഇടയിൽ താഴത്തോട്ട് വരുന്നത്. അതുകൊണ്ട് എന്താണ് അതുപോലെ തന്നെ ആയിരിക്കും നേരെ വരുന്ന നമ്പറുകളുടെ വ്യത്യാസം ഓരോന്നും വിധമായിരിക്കും അല്ലെ. 5, 6, 7 അല്ലോ 6 - 5 എന്താണ്? 1 ആണ്. 7 - 6 എന്താണ്? അതും 1. അപ്പൊ നേരെ പോകുന്ന നമ്പേഴ്സുകളുടെ വ്യത്യാസം 1 ആണ്. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസുകൾ സെയിം ആയതുകൊണ്ട് എന്താണ്? അപ്പൊ ഈ നമ്പറുകൾ പല നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് ഒരു കലണ്ടറിൽ തന്നെയാണെങ്കിൽ ഈ ഫൺ വിത്ത് നമ്പേഴ്സ് നമ്മൾ ചാപ്റ്ററിലെ ചാപ്റ്റർ എടുത്തേ. ആ ചാപ്റ്ററിൽ ഒരു ബോക്സ് ഉണ്ട്. 1 to 100 വരെയുള്ള നമ്പേഴ്സ് ഉള്ള ഒരു ബോക്സിൽ ഒരു ആൻഡിന്റെ പടമുള്ള ഒരു ബോക്സ് ഇല്ലേ? ആ ബോക്സിൽ നമുക്ക് അറിയാം. മിസ് ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. മിസ് എഴുതി കാണിച്ചു തരാം. ഇപ്പൊ മിസ് 1, 2, 3, 4 നമ്പേഴ്സ് 1 തൊട്ട് 100 വരെ എഴുതുകയാണല്ലോ. തിരിച്ചെഴുതുകയാണ്. എന്താണ്? 91, 92, 93, 94, 95, 96, 97, 98, 99, 100. ഇനിയോ 81, 82, 83, 84, 85, 86, 87, 88, 89, 90. ഇനിയോ 71, 61, 51, 41, 31, 21, 11, 1. 72, 62, 52, 42, 32, 22, 12, 2. ഇനി എങ്ങനെയാണ്? 73, 74, 75, 76, 77, 78, 79, 80, 63, 64, 65, 66, 67, 68, 69, 69, 70. ഇനിയോ 53, 54, 55, 56, 57, 58, 59, 60, 43, 44, 45, 46, 47, 48, 49, 50, 33, 34, 35, 36, 37, 38, 39, 40, 23, 24, 25, 26, 27, 28, 29, 30, 13, 14, 15, 16, 17, 18, 19, 20, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ ഒരു നമ്പർ ചാർട്ട് നമുക്ക് ഫൺ വിത്ത് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ മിസ്സിന് പേജ് കിട്ടുന്നതാണ്. ഫൺ വിത്ത് നമ്പേഴ്സ് ആണോ? പേജ് നമ്പർ 29 കണ്ടില്ലേ? കണ്ടോ? പേജ് നമ്പർ 29 കണ്ടോ? 1 to 100 വരെയുള്ള നമ്പേഴ്സ് എല്ലാം ഉണ്ട്. അത് തന്നെ മിസ് തിരിച്ചെഴുതിക്കോ അല്ലെ. ഇതും നമ്പർ 1 ഇവിടെ നിന്ന് 1 തുടങ്ങി 2 കണ്ടോ? 11, 12, 13, 21, 22 അങ്ങനെയാണ് 100 മുകളിൽ വന്നേക്ക്. മിസ് ഇത് തന്നെ കറക്റ്റ് തിരിച്ചല്ല. ഇത് തന്നെ ഇവിടെ 1 തുടങ്ങി ഇവിടെ 100 അവസാനിച്ചു. ഇങ്ങനെ തന്നെയാണ്. കണ്ടോ? ഈ പേജ് നമ്പർ 29 ഫൺ വിത്ത് നമ്പേഴ്സ് എന്ന ആ ഒരു ചാർട്ട് കണ്ടോ? ഇതിന് ഇടയിലത്തെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഏതൊക്കെ നമ്പേഴ്സ് സെലക്ട് ചെയ്യാം? ഓക്കെ, 61, 62, 63, 64, 65. 61, 62, 65 തൊട്ട് ഏതൊക്കെ നമ്പർ വരെയാണ്?
ഇത്രയും ഒരു നമ്പർ, ഇതൊരു 5x5 ചാർട്ടാണ്. ഓക്കെ, 5x5 ചാർട്ടാണ്. 10x10 ചാർട്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് 10 നമ്പേഴ്സും താഴത്തോട്ടും 10 നമ്പേഴ്സും. നമ്മൾ ഈ മുഴുവൻ ചാർട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. മിസ് ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ 10x10 ചാർട്ട് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. മിസ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 5x5ന്റെ ചാർട്ട് കാണിച്ചു തരാണ്. നോക്കിക്കേ, 1 2 3 4 5 1 2 3 4 5 1 2 3 അങ്ങനെ എല്ലാ 5 ഉണ്ട്. താഴത്തോട്ടും 5 നമ്പേഴ്സ് ഉണ്ട്. 1 2 3 4 5 61 62 63 64 65 51 52 53 54 55 41 42 43 44 45 31 32 33 34 35 21 22 23 24 25 അങ്ങനെ 61 തൊട്ട് 25 വരെ നമ്പേഴ്സ് വരുന്ന ഒരു ചാർട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇതില് നമ്പേഴ്സ് എന്തായിരിക്കും, നമുക്കൊന്ന് ലൈൻസ് വരച്ച് നോക്കാം. മിഡിൽ നമ്പർ ഏതാണ്? 43 ആണ് മിഡിൽ നമ്പർ. ഓക്കെ, ഇപ്പൊ നമുക്ക് ലൈൻസ് വരച്ച് നോക്കാം. താഴത്തോട്ട് ലൈൻ വരച്ചു, നേരെ ലൈൻ വരച്ചു, ഇനി ക്രോസ് ചെയ്ത് ലൈൻ വരച്ചു കൊടുത്തു, ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ലൈൻ വരച്ചു കൊടുത്തു. ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ആദ്യമേ താഴത്തോട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാം. 63 plus 53 plus 43 plus 33 plus 23 എന്ത് ഉത്തരം വരും? എല്ലാവരും ആഡ് ചെയ്ത് നോക്കി എന്ത് ഉത്തരം വരും? 215 എന്ന നമ്പർ കിട്ടും. ഓക്കെ, താഴത്തോട്ട് ആഡ് ചെയ്തപ്പോൾ 215 എന്ന നമ്പർ കിട്ടി. ഇത് നേരെ ആഡ് ചെയ്ത് പോവുകയാണ്. 41 plus 42 plus 43 plus 44 plus 45 എന്ത് കിട്ടും? അവിടെയും 215 എന്ന നമ്പർ തന്നെ കിട്ടും. എല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനി ക്രോസ് ലൈൻ സെലക്ട് ചെയ്യാണ്. 61 plus 52 plus 43 plus 34 plus 25 ഈ നമ്പേഴ്സ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ആഡ് ചെയ്താലും ഉത്തരം 215 തന്നെ കിട്ടും. ഈ നമ്പേഴ്സ് ഇങ്ങനെ ക്രോസ് ചെയ്യാണ്. 65 plus 54 plus 43 plus 32 plus 21 ഇങ്ങനെ ക്രോസ് ചെയ്ത് ആഡ് ചെയ്താലും എന്താണ് ഉത്തരം? 215 തന്നെ കിട്ടും. അപ്പം കാലണ്ടർ മാജിക് അല്ലെ, ഇതൊരു നമ്പർ മാജിക് ആണ്. കാരണം എന്താണ്, ഈ താഴോട്ടുള്ള നമ്പേഴ്സ് എല്ലാം 10ന്റെ വ്യത്യാസം. 91 minus 81 എന്താണ്? 10 ആണ്. 81 minus 71 എന്താണ്? 10 ആണ്. താഴത്തോട്ടുള്ള നമ്പേഴ്സ് എല്ലാം 10ന്റെ വ്യത്യാസം. ഈ ഹൊറിസോണ്ടൽ നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? ഓരോ നമ്പേഴ്സിന്റെ വ്യത്യാസം അനുസരിച്ചുള്ള ഒരു പാറ്റേൺ ആണ്, അല്ലെ, ഒരു നമ്പർ പാറ്റേൺ ആണിത്. അപ്പൊ നമ്മൾ ഇടയിലത്ത് ഒരു സീരീസ് മാത്രം എടുത്തിട്ട് അതിനെ ക്രോസ് ചെയ്തു എല്ലാം കണ്ടുപിടിച്ച് ആഡ് ചെയ്താലും എങ്ങനെയൊക്കെ വേറൊരു സീരീസ് കണ്ടുപിടിച്ച് ആഡ് ചെയ്താലും ഒക്കെ കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ഇത്രയും വലിയ നമ്പേഴ്സിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഫെബ്രുവരി 2019 ആ 3x3 സ്ക്വയറിന്റെ ആഡ് ചെയ്തപ്പോൾ നേരെയും ഹൊറിസോണ്ടലായിട്ടും ക്രോസ് ലൈനായിട്ടും ഒക്കെ ആഡ് ചെയ്തപ്പോൾ ഒരേ ഉത്തരമാണ് കിട്ടിയെന്ന് മനസ്സിലായോ? അത് മനസ്സിലായി. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും, റെഫറൻസിന് വേണ്ടി മിസ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ റിമൈൻഡ് ചെയ്ത് വീഡിയോ കേട്ട് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണ്ട. Page number 105, our first question. Now look at the calendar of 2018. Also look for the present month and draw a similar square in your notebook. Does the magic work for this? ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് എന്താണ്, നവംബർ 2018 നവംബർ മാസത്തെ കലണ്ടർ വരയ്ക്കുക. അതിൽ ഒരു 3x3 കലണ്ടർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി ആഡ് ചെയ്ത് ഈ മാജിക് എല്ലാവരും കണ്ടുപിടിച്ച് എഴുതുക. ഇനി അടുത്തത് മോർ മാജിക്. മാർച്ച് 2019. ഓക്കെ, 2019 മാർച്ച് മാസത്തില് ഒരു കലണ്ടറാണ് കൊടുത്തേക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ ഒരു കുട്ടി പറയാണ്, I can add 5 numbers in the box in a moment. കണ്ടോ, ഈ ഒരു ബോക്സ്, ഈ ഒരു കണ്ടില്ലേ, ഫ്രൈഡേ എന്ന ആ ഒരു ഇതില് 5 നമ്പേഴ്സ് തമ്മിൽ എനിക്ക് പെട്ടെന്ന് ആഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും എന്നൊരു കുട്ടി പറയാണ്. 1 plus 8 plus 15 plus 22 plus 29 പെട്ടെന്ന് ആഡ് ചെയ്ത് എനിക്ക് നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ച് ഉത്തരം എഴുതാൻ സാധിക്കും എന്ന് ഒരു കുട്ടി പറയുകയാണെ. ഓ, that will take some time. ഓ, എനിക്കിത് ആഡ് ചെയ്യാനാണെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. അപ്പൊ ആ കുട്ടി വീണ്ടും പറയും, the total is 75. കണ്ടോ, നിമിഷങ്ങൾക്കകം ഈ നമ്പേഴ്സിന്റെ എല്ലാം ആഡ് 1 plus 8 plus 15 plus 22 plus 29 ഈ 5 നമ്പേഴ്സിന്റെയും അഡീഷൻ ചെയ്ത് ആ കുട്ടി പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചു. എന്താണ്? 75 എന്ന ഉത്തരം കണ്ടുപിടിച്ചു. ഓക്കെ, 75 എന്ന് പെട്ടെന്ന് ആ കുട്ടി കണ്ടുപിടിച്ചു. അപ്പോ that's right. How did you do that?
അത് ശരിയാണല്ലോ, നീ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആ കുട്ടി ചോദിക്കുകയാണ്, ആ പച്ച ഉടുപ്പിട്ട ആ കുട്ടി ചോദിക്കും, നീ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ 5 നമ്പേഴ്സിന്റെ അഡീഷൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചു? എനിക്കാണെങ്കിൽ കുറച്ചുകൂടെ സമയം വേണ്ടി വരും, നിനക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നത്? സിമ്പിൾ, ജസ്റ്റ് മൾട്ടിപ്ലൈ ദ മിഡിൽ നമ്പർ ബൈ 5. കണ്ടോ, ഒന്നുമില്ല, ആ നടുക്കത്തെ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആ നമ്പർ 5 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1, 8, 15, 22, 29 ഈ 5 നമ്പേഴ്സ് നടുക്കത്തെ നമ്പർ ഏതാണ്? ഫ്രൈഡേ താഴത്തോട്ടുള്ള നമ്പേഴ്സ് നോക്കിയേ. കലണ്ടർ ടു മാർച്ച് 2019 അതിൽ ഫ്രൈഡേ ആ ദിവസങ്ങളിലുള്ള ആ ഒരു നമ്പർ പാറ്റേൺ നോക്കിയേ. 1, 8, 15, 22, 29 ഇതിൽ നടുക്കത്തെ നമ്പർ ഏതാണ്? 15 ആണ്. 15 into 5 ചെയ്തപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 75 കിട്ടി. അപ്പൊ ആ 75 ആണ് ഈ നമ്പേഴ്സിന്റെ എല്ലാത്തിനെയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 75 തന്നെയാണ്. എനിക്ക് ആ ഒരു വിദ്യ മനസ്സിലായതുകൊണ്ട് ഞാൻ നടുക്കത്തെ നമ്പർ 15 into 5 മാത്രം ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ചു എന്ന് സമർത്ഥനായി ആ കുട്ടി പറയാണ്. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴും ആൻസർ എന്താണ്? 75 തന്നെയാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞത് സത്യമാണ് അല്ലെ? ഓക്കെ, see if this magic works for the other lines which have 5 numbers. What about 5 numbers on a slanting line? Try this trick with your family and friends. എന്താണ് നോക്കിക്കേ. അപ്പൊ ഈ കുട്ടി പറഞ്ഞ പോലെ എന്താണ്, ഇപ്പൊ ആ ഫ്രൈഡേ എന്ന ദിവസത്തില് മാത്രം ഡേറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 75 എന്ന ഉത്തരം കിട്ടി. ആ കുട്ടി എളുപ്പത്തിന് നടുക്കത്തെ നമ്പർ 15 into 5 ചെയ്തപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? ആ ട്രിക്ക് മറ്റ് ദിവസങ്ങൾക്കും ബാധകമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രൈഡേ കഴിഞ്ഞാൽ സാറ്റർഡേയിൽ ഏതൊക്കെ ദിവസങ്ങൾ വരുന്നുണ്ട് ആ കലണ്ടറിൽ? 2, 9, 16, 23, 30 ഈ നമ്പേഴ്സ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് പെട്ടെന്ന് ആഡ് ചെയ്തേ. ഉത്തരം എന്ത് കിട്ടും? 2 + 9 + 16 + 23 + 30 എന്ത് ഉത്തരം കിട്ടും? എന്ത് കിട്ടും? ഉത്തരം എന്താണ്? 80 കിട്ടും. 80 കിട്ടും. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ്? 80. ഓക്കെ, അപ്പൊ നമ്മൾ ഇച്ചിരി സമയം എടുക്കേണ്ടി വന്നല്ലേ, അത്രയും നമ്പേഴ്സ് ആഡ് ചെയ്തെടുക്കാൻ ഇത്ര സമയം വേണ്ടി വന്നു. പക്ഷെ എളുപ്പത്തിന് ഈ ഒരു വിദ്യയെ നമുക്ക് ഇതിന് പ്രയോഗിച്ച് നോക്കാം. 16 into 5 എന്ന് ചെയ്ത് നോക്കി എല്ലാവരും. 16 into 5 ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. അവിടെയും 80 തന്നെയാണ് അല്ലെ? നടുക്കത്തെ നമ്പറായ 16ഉം ടോട്ടൽ 5 നമ്പേഴ്സ് താഴത്തോട്ടുണ്ട്. അപ്പോൾ ആ ടോട്ടൽ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെ 16 നടുക്കത്തെ നമ്പറായ 16 into 5 ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഉത്തരം 80 തന്നെയാണ്. അപ്പോൾ ആ നമ്പേഴ്സ് നമ്മൾ താഴത്തോട്ട് ആഡ് ചെയ്തപ്പോഴും ഉത്തരം 80 തന്നെ കിട്ടി. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? മിസ് പറഞ്ഞ പോലെ താഴത്തോട്ടുള്ള നമ്പേഴ്സിന്റെ എല്ലാം കോമൺ ഡിഫറൻസ് എന്താണ്? 2ന്റെ 9ന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? 9 - 2 7 ആണ്. 16ന്റെ 19ന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? 16 - 9 അതും 7 ആണ്. അങ്ങനെ ഓരോ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം 7 ആണ് കോമൺ ഡിഫറൻസ് അല്ലെ? 7 തന്നെയാണ്. അപ്പോൾ ആ വിദ്യ ഉപയോഗിച്ച് എന്താണ് 16 into 5 ചെയ്യുമ്പോൾ 80 തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മെനക്കെട്ട് ഇതിന് 2 + 9 + 16 + 23 + 30 ഒന്നും ചെയ്യണ്ട അല്ലെ? നടക്കുന്ന നമ്പർ 16 സെലക്ട് ചെയ്ത് ആ 16 എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. 16 into 5 ചെയ്യുമ്പോൾ ഉത്തരം കിട്ടിയാൽ ആ നമ്പേഴ്സിന്റെ എല്ലാം അഡീഷൻ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ? See if this magic works for the other lines which have 5 numbers. What about 5 numbers on a slanting line? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാജിക് മാർച്ച് 2019 എന്ന കലണ്ടറിൽ അല്ലെ ആ ഒരു നമ്പർ പാറ്റേണിലാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ? അപ്പൊ അവിടെ 5 നമ്പേഴ്സ് ആണ് സെലക്ട് ചെയ്തത്. ഫ്രൈഡേയും സാറ്റർഡേയിലും 5 നമ്പേഴ്സ് വീതം ഉള്ളത് താഴത്തോട്ട് അല്ലെ? അപ്പൊ നമ്മൾ അതാണ് സെലക്ട് ചെയ്ത് നമ്മൾ എന്താണ് അഡീഷൻ എളുപ്പ വഴിയിൽ കണ്ടുപിടിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ട്രിക്ക് മറ്റ് 5 നമ്പേഴ്സിന് ബാധകമാണോ? What about 5 numbers on a slanting line? Try this trick with your family and friends. അങ്ങനെയെങ്കിൽ നമുക്ക് 20 ഫ്രൈഡേ എന്ന ആ ഒരു ഒറ്റ ഡേറ്റിന് താഴത്തോട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ താഴത്തോട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് നമ്മൾ എന്താണ് എളുപ്പ വഴിയും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി സ്ലാൻഡിങ് ലൈൻസ് കിട്ടുമല്ലോ ഈ കലണ്ടറിലൊക്കെ. ഒരു കലണ്ടർ എടുക്കുക, അതിൽ സ്ലാൻഡിങ് നമ്പേഴ്സ് എന്താണ്? ഒരു ക്രോസ് ലൈൻ, ആ ക്രോസ് ലൈനിലൂടെ കടന്നു പോകുന്ന ഒരു നമ്പേഴ്സ് 5 നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ അഡീഷൻ ചെയ്ത് നോക്കുക. ഓക്കെ, അഡീഷൻ ചെയ്തിട്ട് എന്താണ് നടുക്കത്തെ നമ്പറായ ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ into 5 ചെയ്ത് നോക്കുക. അപ്പോഴും ഈ വിദ്യ ഫലിക്കുമോ എന്ന് അറിയാം. നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം.
ഇത് നവംബർ 2018 കലണ്ടറാണ്. ഓക്കെ, നവംബർ 2018 പേജ് നമ്പർ 102 പേജ് നമ്പർ 102 നവംബർ 2018 നവംബർ മാസത്തെ കലണ്ടറാണ്. 1 തൊട്ട് 31 ദിവസം വരെ ഉണ്ട്. ഇതിലെ സ്ലാൻഡിങ് ലൈൻ മിസ് ഒന്ന് കൺസിഡർ ചെയ്യണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് ഈ മാർച്ച് 2019 ഫ്രൈഡേയും സാറ്റർഡേയിലും താഴത്തോട്ടുള്ള ലൈൻസ് എൻ്റെ അഡീഷണൽ അല്ലേ എളുപ്പ വഴിക്ക് കണ്ടുപിടിക്കുന്ന വിദ്യ പഠിച്ചത്. ഇനി സ്ലാൻഡിങ് ലൈൻ പഠിക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. പേജ് നമ്പർ 106 എന്ന് എഴുതിയിട്ട് see if this magic works for the other lines which have 5 numbers. What about 5 numbers on a slanting line? Try this trick with your family and friends എന്ന് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഈ കലണ്ടർ വരയ്ക്കാം. ഓക്കെ, ഇതിൽ 5 നമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു സ്ലാൻഡിങ് ലൈൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണെ. 3, 9, 15, 21, 27 കണ്ടില്ലേ? 5 നമ്പേഴ്സ് ഉണ്ട്. ഈ 5 നമ്പേഴ്സ് വരുന്ന സ്ലാൻഡിങ് ലൈൻ എല്ലാവരും ഈ കലണ്ടർ ക്വസ്റ്റ്യൻ എഴുതുക. ഈ കലണ്ടർ നോട്ട്ബുക്കിൽ വരയ്ക്കുക. നവംബർ 2018 എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഈ കലണ്ടർ നോട്ട്ബുക്കിൽ വരയ്ക്കുക. എന്നിട്ട് സ്ലാൻഡിങ് ലൈൻ ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഓക്കെ, ഈ സ്ലാൻഡിങ് ലൈൻ ഏതൊക്കെ 5 നമ്പേഴ്സ് ഉൾക്കൊള്ളുന്നുണ്ട്? 3 ഉണ്ട്, 9 ഉണ്ട്, 15 ഉണ്ട്, 21 ഉണ്ട്, 27 ഉണ്ട്. ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസുകൾ എന്താണ്? 3യുടെയും 9ന്റെയും കോമൺ ഡിഫറൻസ് 9 - 3 എന്താണ്? 6 ആണ്. 15 - 9 തൊട്ടടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് 15 - 9 എന്താണ്? 6 ആണ്. 21 - 15 6 ആണ്. 27 - 21 6 ആണ്. കോമൺ ഡിഫറൻസ് എല്ലാം തുല്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അഡീഷൻ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ലേ? സാധിക്കും. ഈ വിദ്യ നമുക്ക് സെയിം ഈ വിദ്യ ഉപയോഗിക്കാം. കോമൺ ഡിഫറൻസുകളെല്ലാം ഒന്നായതുകൊണ്ട് എന്താണ് എങ്ങനെ നമ്മൾ ഇങ്ങനെ 5 നമ്പർ സെലക്ട് ചെയ്താലും ഇങ്ങനെ 5 നമ്പർ സെലക്ട് ചെയ്താലും ചരിഞ്ഞ 5 നമ്പർ സെലക്ട് ചെയ്താലും കോമൺ ഡിഫറൻസുകൾ എല്ലാം തുല്യമാണെങ്കിൽ എന്താണ് നമുക്ക് എന്താ അഡീഷൻ എളുപ്പ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. ഇവിടെ 3 + 9 + ഇവിടെ എഴുതിക്കുള്ള ഒരു ഉത്തരമായി കലണ്ടർ വരയ്ക്കുക, സ്ലാൻഡിങ് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് 3 + 9 + 15 + 21 + 27 ആഡ് ചെയ്യുക. എന്തുത്തരം കിട്ടും? 3 + 9 + 15 + 21 + 27. ആദ്യം ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 9 3 ആഡ് ചെയ്യുക. കിട്ടുന്ന ഉത്തരം വെച്ച് 15 ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരം വെച്ച് 21 ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരം വെച്ച് 27 ആഡ് ചെയ്യുക. ഉത്തരം എന്ത് കിട്ടും എല്ലാവർക്കും? ഉത്തരം 75 എന്ന് തന്നെ കിട്ടും. ഓക്കെ, 75 എന്ന് തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ ആ വിദ്യ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത്രയും മെനക്കെട്ടിൽ നിന്ന് അഡീഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ആ കോമൺ ഡിഫറൻസ് തുല്യമായതുകൊണ്ട് ആ മിഡിൽ നമ്പർ ഏതാണ്? 15 ആണ്. 15ന്റെ കൂടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 5 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 3, 9, 15, 21, 27 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 15 × 5 ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടും 75 എന്ന് കിട്ടും. അപ്പോൾ ഈ വിദ്യ നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസുകളെല്ലാം തുല്യമാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്ലാൻഡിങ് ലൈൻ ആണ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാലും എന്താണ് നേരെയുള്ള വരയാണെങ്കിലും ഇങ്ങനെയുള്ള വരയാണെങ്കിലും ഇനി കുറുകനെയുള്ള വരയാണെങ്കിലും കോമൺ ഡിഫറൻസുകളെല്ലാം തുല്യമാണെങ്കിൽ എന്തായിരിക്കും? ആ നടുക്കത്തെ നമ്പർ അല്ലെ, ആ നമ്പറിനെ എന്താണ് എത്ര നമ്പർ ഉണ്ടോ, ഇവിടെ 5 നമ്പർ ഉണ്ടായിരുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും ആ നമ്പേഴ്സ് തമ്മിലുള്ള അഡീഷൻ അല്ലെ. അഡീഷന് കിട്ടുന്ന ഉത്തരം 15 × 5 ചെയ്യുമ്പോഴും 75 തന്നെയാണ്. മനസ്സിലാവുന്നത് എല്ലാവർക്കും? എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. ഇനി can you find other magic patterns in the calendar? ഇനി ഇപ്പൊ നമ്മൾ എന്താണ് ഒരു മാജിക് മിസ് പറഞ്ഞു തന്നു. എങ്ങനെയാണ്? കോമൺ ഡിഫറൻസുകളെല്ലാം തുല്യമാണെങ്കിൽ നമ്മൾ ഒരു 5 നമ്പേഴ്സ് സെലക്ട് ചെയ്താൽ എങ്ങനെ ആ 5 നമ്പേഴ്സിന്റെ അഡീഷൻ എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമുക്ക് ആ നടുക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പറിന്റെ കൂടെ ആ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം പെട്ടെന്ന് കിട്ടും അല്ലെ. അത്രയും നമ്പേഴ്സ് കുത്തി ഇതൊന്നും നമ്മൾ അഡീഷൻ ചെയ്തെടുക്കേണ്ട പാടൊന്നുമില്ല. ആ നടക്കുന്ന നമ്പർ × 5 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഉത്തരം കിട്ടും. ആഡ് ചെയ്തതിന്റെ ആ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്തതിന് തുല്യമായിട്ടുള്ള ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും മാജിക് പാറ്റേൺസ് നമുക്ക് ഈ ഒരു നമ്പർ പാറ്റേണിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഏതെങ്കിലും വഴി ഇതിപ്പോ ഒരു മാജിക് മിസ് പഠിപ്പിച്ചു. ഇനി കലണ്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത്തരം മാത്തമാറ്റിക്കൽ നമ്പേഴ്സ് ഉപയോഗിച്ച് ഇതുപോലെ എല്ലാ നമ്പേഴ്സുകൾ 1 2 3 4 അങ്ങനെ അറേഞ്ച് ചെയ്ത് 1 തൊട്ട് 100 വരെ എഴുതി വേറെ ഏതെങ്കിലും പാറ്റേണുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കാമോ എല്ലാവരും?
മിസ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ 4 + 5 + 6 + 7 + 8 + 9 + 10 ഇത്രയും ഈ 7 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്തുത്തരം കിട്ടും? 49 എന്ന ഉത്തരം കിട്ടും. ഓക്കെ, എല്ലാവരും ആഡ് ചെയ്ത് നോക്കിക്കേ, 49 എന്ന ഉത്തരം കിട്ടും. ഇനി അടുത്തത് 11 + 12 + 13 + 14 + 15 + 16 + 17. ആ 17 ഒന്ന് ആഡ് ചെയ്തേ, ഉത്തരം എന്ത് കിട്ടും? 98 എന്ന് കിട്ടും. ഓക്കെ, ഇനിയോ ഈ 49 90 നമ്മൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? 49 × 1 ആണ് 49. ഇനി 49 × 2 ആണ് 98. കണ്ടോ, അവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? ഇനി അടുത്ത നമ്പർ 18 19 20 21 23 24 22 23 24. 18 19 20 21 22 23 24 ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്തുത്തരം കിട്ടും? 147 കിട്ടും. അതെന്ന് പറയുന്നത് 49 × 3 ആണ്. കണ്ടോ, അത് വേറൊരു വിദ്യ അല്ലേ? ഇനി താഴത്തെ നമ്പറായ 5 നമ്പേഴ്സ് തരുന്ന 25 26 27 28 29 30 31 ഈ 5 നമ്പേഴ്സ്, അത് 7 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും 7 നമ്പേഴ്സ് ഉണ്ട്. ആ 7 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തുത്തരം കിട്ടും? 196 എന്ന് കിട്ടും. 196 എന്ന് പറയുന്നത് 49 × 4 ആണ്. കണ്ടോ, ഈ 1 2 3 ഒഴിവാക്കി. കാരണം എന്താ, ഈ 1 2 3യുടെ കൂടെ ഫില്ല് ചെയ്യാൻ കണ്ടോ 4 നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പൊ ആ ഒരു ലൈൻ ഞാൻ വിട്ടു. ഇനി അടുത്ത ലൈൻസിനെല്ലാം കോളവും ഫില്ല് ചെയ്തിരിക്കുകയാണ്. 7 കോളവും ഫില്ല് ചെയ്തിരിക്കുക. സൺഡേ മൺഡേ ട്യൂസ്ഡേ വെഡ്നെസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എല്ലാം ഫില്ലാണ്. അപ്പൊ ആ ലൈൻസ് ഏതൊക്കെയാണ്? 4 5 6 7 8 9 10 ആഡ് ചെയ്തപ്പോൾ 49 കിട്ടി. അത് 49 × 1 എന്ന് എഴുതാം. ഇനി 11 12 13 14 15 16 17 അത് ആഡ് ചെയ്തപ്പോൾ ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 98 കിട്ടി. അത് 49 × 2 ആണ്. ഇനി 18 19 20 21 22 23 24 അത് ആഡ് ചെയ്തപ്പോൾ 147 കിട്ടി. അത് 49 × 3 ആണ്. 25 26 27 28 29 30 31 അത് ആഡ് ചെയ്തപ്പോൾ 196 കിട്ടി. അത് 49 × 4 ആണ്. കണ്ടോ, താഴത്തോട് വരുന്ന അനുസരിച്ച് 49 × 1 49 × 2 49 × 3 49 × 4. ഓരോ നമ്പേഴ്സിന്റെ കൂടെ 49 ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. 49 + 49 ആണ് 98. 98 + 49 ആണ് എന്ത്? 147. ഇനിയോ 147 + 49 ആണ് 196. 49 ആണ് ഈ കിട്ടിയ നമ്പേഴ്സ് തമ്മിലിടയിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് മനസ്സിലായി 49 ആണ്. കണ്ടോ, ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന നമ്പേഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 49 ആണ്. ഈ 1 2 3 എന്ന നമ്പേഴ്സ് നമ്മൾ വിട്ടിരിക്കുക. കാരണം എന്താണ്? 1 2 3യുടെ കൂടെ ഇവിടെ ഫിൽ ചെയ്യാൻ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേക്ക് ഒന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് അടുത്ത നെക്സ്റ്റ് ലൈനിൽ എല്ലാം ഉണ്ട് അല്ലെ. സൺഡേ തൊട്ട് സാറ്റർഡേ വരെയുള്ള നമ്പേഴ്സ് ഫില്ലാണ്. അങ്ങനെ ഈ 31 വരെയുള്ള നമ്പേഴ്സ് എല്ലാം എന്താണ്? എല്ലാ 7 കോളംസും ഫില്ലായിരിക്കാം. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് 4 + 5 + 6 + 7 + 8 + 9 അങ്ങനെ 7 നമ്പർ സെലക്ട് ചെയ്തത്. ഉത്തരം എന്താണ്? എല്ലാം ആഡ് ചെയ്തപ്പോൾ 49 കിട്ടി. അത് 49 × 1 ആണ് അല്ലെ. 11 + 12 അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് 49 × 2 എന്നാക്കി അല്ലെ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു കലണ്ടറിൽ പുതിയൊരു നമ്പർ പാറ്റേൺ കണ്ടുപിടിച്ചല്ലേ. വേറൊരു കണക്ഷൻ അല്ലേ, വേറൊരു കണക്ഷൻ നമ്മൾ ഈ ഒരു കലണ്ടറിൽ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ക്യാൻ യു ഫൈൻഡ് അതർ മാജിക് പാറ്റേൺസ് ഇൻ ദ കലണ്ടർ എന്ന് ആ ഒരു ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലോട്ട് എഴുതുക. എന്നിട്ട് എന്താണ് കലണ്ടർ നവംബർ 2018 എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഈ കലണ്ടർ ഒന്നുകൂടെ വരയ്ക്കുക. ഓക്കെ, സ്ലാൻഡിങ് ലൈൻ വരയ്ക്കേണ്ട. സ്ലാൻഡിങ് ലൈൻ വരയ്ക്കാതെ ഈ കലണ്ടർ ഒന്നുകൂടെ വരയ്ക്കുക, നോട്ട്ബുക്കിൽ വരയ്ക്കുക. എന്നിട്ട് എന്താണ് ഈ പറഞ്ഞേക്കുന്ന പോലെ മിസ് ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന പോലെ 4 + 5 + 6 + 7 + 8 + 9 + 10 = 49 എന്ന് എഴുതുക. 49 × 1 = 49 × 1 എന്ന് എഴുതുക. ഇനി അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11 + 12 + 13 + 14 + 15 + 16 + 17 = 98. That is = 49 × 2 എന്ന് എഴുതുക. ഇനി 18 + 19 + 20 + 21 + 22 + 23 + 24 = 147. That is = 49 × 3 എന്ന് എഴുതുക. 25 + 26 + 27 + 28 + 29 + 30 + 31 = 196. That is = 49 × 4 എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ കാലണ്ടർ മാജിക് മനസ്സിലായോ എല്ലാവർക്കും? എല്ലാം ഈ 2 പേജ് 106 ആ താഴത്തുള്ള 2 ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ എഴുതുക.
പേജ് നമ്പർ 105 താഴത്തുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ഇപ്പൊ ഹോംവർക്സുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ എല്ലാവരും ഹോംവർക്ക് ചെയ്ത മിസ്സിന് അയച്ചു തരുമോ? ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, ഈ വീഡിയോ പിന്നീടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.